എല്ലാവരെയും അനുസരിച്ച് ജീവിച്ചിട്ടും നിങ്ങൾക്ക് അർഹമായ ബഹുമാനം ലഭിക്കുന്നില്ലേ? എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വില കൊടുക്കുന്നില്ലേ? നിങ്ങൾ മാത്രമല്ല ഈ അവസ്ഥ അനുഭവിക്കുന്നത്. പല സ്ത്രീകളും ഇന്ന് ഈ പ്രശ്നത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു ചാണക്യൻ. അദ്ദേഹം നൽകിയ പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കരുത്തുറ്റ സ്ത്രീ തന്റെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട 3 പ്രധാന പാഠങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ പാഠം, സ്നേഹവും ബഹുമാനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളൊരു നേതാവാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ നേതാവ്, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ നേതാവ്. എന്നാൽ പലപ്പോഴും നാം നേതൃത്വം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നു. നേതൃത്വം എന്നാൽ കർശനമായി ആജ്ഞകൾ നൽകുക എന്നല്ല. അതേസമയം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം തത്വങ്ങൾ വിട്ടുവീഴുക എന്നുമല്ല. ചാണക്യൻ പറയുന്നു, ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുകയും വേണം. സ്നേഹം മാത്രം മതിയാകില്ല. ചിലപ്പോൾ ആളുകൾ നിങ്ങളുടെ സ്നേഹത്തെ ദുർബലതയായി കണക്കാക്കും, നിങ്ങളുടെ നല്ല സ്വഭാവത്തെ മുതലെടുക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുക. തെറ്റായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ മടിക്കരുത്. കർശനമായ നിലപാടുകൾ എടുക്കേണ്ടിടത്ത് എടുക്കുക. കുറ്റം ചെയ്യുന്നവർ നിങ്ങളുടെ സ്വന്തം കുട്ടികളായാലും കുടുംബാംഗങ്ങളായാലും സഹപ്രവർത്തകരായാലും അത് ചോദ്യം ചെയ്യപ്പെടും എന്ന തോന്നൽ അവരിലുണ്ടാകണം. ഇത് നിഷ്ഠൂരതയല്ല, ഇത് ന്യായമായ അധികാരമാണ്. സ്നേഹിക്കുക, പക്ഷേ അതേസമയം നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ബഹുമാനം ലഭിക്കൂ. സ്നേഹവും ബഹുമാനവും ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ നേതാവാകുന്നത്. രണ്ടാമത്തെ പാഠം, പരാജയങ്ങളിൽ നിന്നും വിട്ടുമാറാത്ത കുറ്റബോധം ഒഴിവാക്കുക. പലപ്പോഴും സ്ത്രീകൾ തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് സ്വയം ശിക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു വാക്ക്, കഴിഞ്ഞ മാസത്തെ ഒരു തീരുമാനം, കഴിഞ്ഞ വർഷത്തെ ഒരു സംഭവം, ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെടുകയും സമയം കളയുകയും ചെയ്യുന്നു. ഇത് വളരെ സാധാരണമായ ഒരു പ്രവണതയാണ്. പക്ഷെ ചാണക്യൻ എന്താണ് പറയുന്നത്? ഒരു വിഡ്ഢിത്തം പറ്റിയാൽ അതോർത്ത് സമയം കളയരുത്. അതിൽ നിന്നും പാഠം പഠിച്ചു മുന്നേറുക. കഴിഞ്ഞത് മാറ്റാൻ പറ്റില്ല, പക്ഷെ വരാനിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ്. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. പ്രധാനം ആ തെറ്റിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നതാണ്. ആപത്തുഘട്ടങ്ങളിൽ മന്ദിച്ചു നിൽക്കരുത്. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ ശീലിക്കുക. ചരിത്രത്തിലെ എല്ലാ മഹാന്മാരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെ മഹാന്മാരാക്കിയത് ആ തെറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന രീതിയാണ്. ആരും കാണാത്തത് കാണുകയും ആരും പേടിച്ചു നിൽക്കുന്നിടത്ത് ധൈര്യത്തോടെ മുന്നോട്ടു വരികയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയികൾ. കുറ്റബോധത്തിൽ മുങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ ഊർജം കളയുകയാണ്. ആ ഊർജം ഉപയോഗിച്ച് മുന്നോട്ടു പോകുക. നിങ്ങളുടെ ഭാവിയെ മെച്ചപ്പെടുത്തുക. ഇന്നലെയുടെ തെറ്റുകൾക്കായി ഇന്നത്തെ സാധ്യതകൾ നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത്തെ പാഠം, അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ പലതരം വഴക്കുകളും സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാ വഴക്കുകളും നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ടോ? എല്ലാ തർക്കങ്ങളിലും പങ്കെടുക്കേണ്ടതുണ്ടോ? ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ അസൂയയോ വാശിയോ കാരണമുണ്ടാകുന്ന വഴക്കുകളിൽ ഇടപെടരുത്. എന്തുകൊണ്ട്? കാരണം നമ്മൾ തമ്മിൽ അനാവശ്യമായി വഴക്കിടുമ്പോൾ അത് മുതലെടുക്കാൻ പുറത്തുള്ള ശത്രുക്കൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മൾ ബലഹീനരാകുമ്പോൾ അവർ ശക്തരാകുന്നു. നമ്മൾ പരസ്പരം കലഹിക്കുമ്പോൾ അവർക്ക് അവസരം കിട്ടുന്നു. എല്ലാ യുദ്ധങ്ങളും വിലപ്പെട്ടതല്ല. ചില യുദ്ധങ്ങൾ നമ്മുടെ ഊർജം കളയുകയും സമയം നഷ്ടപ്പെടുത്തുകയും മാത്രമേ ചെയ്യൂ. പ്രധാനം തിരിച്ചറിയുക, ഏത് യുദ്ധങ്ങൾ യുദ്ധം ചെയ്യേണ്ടതാണെന്നും ഏതൊക്കെ ഒഴിവാക്കേണ്ടതാണെന്നും. അസൂയ കൊണ്ടോ വിട്ടുകൊടുക്കാനുള്ള മടികൊണ്ടോ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഒഴിവാക്കുക. ചില സമയങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ദുർബലതയല്ല, മറിച്ച് വലിയ ബുദ്ധിയാണ്. സമാധാനപരമായ ജീവിതത്തിന് ചില ഇളവുകൾ ആവശ്യമാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം, നിങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടം, ഇവ അത്യാവശ്യമാണ്. എന്നാൽ ചെറിയ അഹങ്കാരം കൊണ്ടോ താൽക്കാലിക കോപം കൊണ്ടോ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഒഴിവാക്കുക. അവ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദ്രോഹിക്കുക മാത്രമേ ചെയ്യൂ. ചാണക്യൻ നൽകിയ ഈ 3 പാഠങ്ങളും വളരെ ലളിതമാണ്, എന്നാൽ ജീവിതത്തിൽ പ്രയോഗിക്കാൻ വെല്ലുവിളി നിറഞ്ഞവയുമാണ്. 1. സ്നേഹിക്കുക, പക്ഷേ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക.
സ്നേഹവും ബഹുമാനവും ഒരുമിച്ച് നേടുക. 2. തെറ്റുകൾ പറ്റിയാൽ അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ടു പോകുക. കുറ്റബോധത്തിൽ സമയം കളയരുത്. 3. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾക്കായി നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. ഒരു കരുത്തുറ്റ സ്ത്രീ എന്നത് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാൾ മാത്രമല്ല, ഉള്ളിൽ ശക്തിയുള്ള, ബുദ്ധിപൂർവം തീരുമാനങ്ങളെടുക്കുന്ന, സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏത് മാറ്റമാണ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കിടുക. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സീക്രട്ട് വിസ്ഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.